ഹലോ ആർമീസ്, നമ്മൾ നേരത്തെ BTSനുണ്ടായ പാരാനോർമൽ എക്സ്പീരിയൻസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ജങ്കുക്കിന്റെയും ജിന്നിന്റെയും രണ്ട് ത്രില്ലിംഗ് സ്റ്റോറീസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ജങ്കുക്കിൽ തുടങ്ങാം. ജങ്കുക്ക് വിവേഴ്സ് ലൈവിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ജങ്കുക്ക് തന്റെ റൂമിൽ പ്രേതങ്ങളെ വിളിക്കാൻ ശ്രമിച്ചത്. നമ്മൾ ജങ്കുക്ക് നേരത്തെ ഗോസ്റ്റിനെ കണ്ട സ്റ്റോറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഷോർട്ടായിട്ട് പറയാം, എന്നാലേ നമുക്ക് ഈ കഥ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ ജങ്കുക്ക് കുളിക്കുമ്പോൾ ഒരു വൈൽഡ് ലെഗ്സ് കണ്ടു. ആ കാലുകൾ നടന്ന് ഡോർമിലോട്ടും പോകുന്നത് ജങ്കുക്ക് കണ്ടിരുന്നു. ഷുഗയാണെന്ന് കരുതി, ബട്ട് ഡൗട്ട് തീർക്കാൻ ജങ്കുക്ക് ഡോർമിൽ ചെന്നപ്പോൾ അവിടെ മെമ്പേഴ്സ് ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാവരും പ്രാക്ടീസിന് പോയിരുന്നു എന്നറിഞ്ഞു. ജങ്കുക്ക് ഡൗട്ട് തീർക്കാൻ മാനേജറിനോടും ചോദിച്ചു മെമ്പേഴ്സ് ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ മാനേജർ പറഞ്ഞത് അവരൊക്കെ നേരത്തെ തന്നെ പ്രാക്ടീസിന് പോയിരുന്നല്ലോ എന്നാണ്. അതൊരു പേടിപ്പെടുത്തുന്ന അനുഭവമായിരുന്നു എന്ന് ജങ്കുക്ക് അന്ന് ലൈവിൽ പറഞ്ഞിരുന്നു. അത് പണ്ട് നടന്ന ഒരു സംഭവമാണ്. സോ പിന്നീട് ജങ്കുക്കൊക്കെ താമസിച്ചിരുന്ന ആ സെയിം ഡോർമിൽ നിന്ന് മാറുന്നതിന് മുമ്പ് നേരത്തെ ഉണ്ടായ ആ പാരാനോർമൽ എക്സ്പീരിയൻസിൽ കണ്ട ഗോസ്റ്റിനെ ഒന്ന് വരുത്തിയാലോ എന്ന ചിന്ത ജങ്കുക്കിന് വന്നു. കാരണം അവരൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്ന ആ ഡോമിൽ നിന്നും എന്തായാലും താമസം മാറുവാണല്ലോ. അപ്പൊ ഒരു ഗോസ്റ്റ് ഹണ്ടിങ്ങും കൂടെ ആകാമെന്ന് ജങ്കുക്ക് കരുതി. താൻ ഇതിനു വേണ്ടി ഒരു ഗോസ്റ്റ് ഹണ്ടിങ് എക്യുപ്മെന്റ് തന്നെ വാങ്ങിയെന്ന് ജങ്കുക്ക് റിവീൽ ചെയ്തു. ഇത് കേട്ടപ്പോ എനിക്ക് മറ്റേ ആ ഡയലോഗ് ഓർമ്മ വന്നേ, കൗതുകം ലേശം കൂടുതലാണല്ലോ എന്ന്. എന്തായാലും നമുക്ക് സ്റ്റോറിയിലോട്ട് വരാം. ഇനി എങ്ങനെയാണ് ജങ്കുക്ക് ഗോസ്റ്റിനെ വരുത്താൻ നോക്കിയെന്ന് നമുക്ക് നോക്കാം. രാത്രിയുടെ യാമം ഒരു 2 മണിയൊക്കെ ആയപ്പോ പതിയെ ലൈറ്റ് ഫുൾ റൂമിൽ ഓഫ് ചെയ്തു. എന്നിട്ട് ആ ഗോസ്റ്റ് ഹണ്ടിങ് എക്യുപ്മെന്റ് വെച്ച് കുറെ നേരം അനങ്ങാതെ ഇരുന്നു. ഏതെങ്കിലും ഒരു നെയ്ബർഹുഡ് ഗോസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചു, അറ്റ്ലീസ്റ്റ് അന്ന് ഡോർമിൽ കണ്ടതെങ്കിലും. ബട്ട് ജങ്കുക്കിനെ ഡിസപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഒന്നും തന്നെ വന്നില്ല. സോ ജങ്കുക്ക് പ്രതീക്ഷിച്ച അഡ്വഞ്ചേഴ്സ് ഒന്നും തന്നെ നടന്നില്ല. എന്തായാലും ജങ്കുക്ക് ഷെയർ ചെയ്ത ഗോസ്റ്റ് ഹണ്ടിങ് സ്റ്റോറി ആർമീസിനെ അത്ഭുതപ്പെടുത്തി. കൂടാതെ ജങ്കുക്ക് പറഞ്ഞത് ഈ ഡോമിൽ നിന്ന് മാറുന്നതിന് മുമ്പ് എന്തായാലും ഒരു ഗോസ്റ്റ് ഹണ്ടിങ് എക്യുപ്മെന്റ് വെച്ച് ട്രൈ ചെയ്യണമെന്നത് എന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഗോസ്റ്റ് വരാഞ്ഞത് ഡിസപ്പോയിന്റഡ് ആയിരുന്നു എന്നും ആൾ പറഞ്ഞു. പാവം ജങ്കുക്ക്, അറ്റ്ലീസ്റ്റ് ആ ഡോർമിൽ കണ്ട പ്രേതമെങ്കിലും വരായിരുന്നു. ബട്ട് പതിയെ ആർമീസ് ഇതിനെക്കുറിച്ച് മീംസും ജോക്സും ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരുന്നു. ജങ്കുക്കിന്റെ അഡ്വഞ്ചേഴ്സ് എല്ലാം ഭയങ്കരം തന്നെ എന്നൊക്കെ ആർമീസ് അന്ന് കമന്റ് ചെയ്തിരുന്നു. ഇതുപോലുള്ള വെറൈറ്റി മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്യാൻ ജങ്കുക്കിനെ കൊണ്ടേ ആവൂ എന്നും ആർമീസ് അന്ന് പറഞ്ഞു. അടുത്തത് ജിന്നിന്റെ ഒരു പ്രേതകഥ കേട്ടാലോ? ഇത് ആർമീസുമായി ബന്ധപ്പെട്ടതാണ്. ചില സമയങ്ങളിൽ ചില നിഴലൊക്കെ നമ്മൾ കാണുമ്പോൾ പേടിക്കാറില്ലേ? ചിലപ്പോൾ അത് തുണിയോ വാഴയോ ഒക്കെ ആവാം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സ്റ്റോറിയിലോട്ട് കിടക്കാം. ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ചില ആളുകൾ തങ്ങളുടെ നെയ്ബറിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു പ്രേതത്തെ കണ്ടതായി പറഞ്ഞു. ഈ സമാനമായ അനുഭവം ആ റെസിഡൻഷ്യൽ കോംപ്ലക്സിലെ ഒരുപാട് പേർക്കുണ്ടായി. ഫിലിപ്പീൻസിലാണ് ഈ സംഭവം. ആ റെസിഡൻഷ്യൽ ഉള്ളവർ എല്ലാം ഇതൊരു പാരാനോർമൽ ആക്ടിവിറ്റി തന്നെയാണെന്ന് വിശ്വസിച്ചു. അപ്പാർട്ട്മെന്റിൽ ദിവസങ്ങളായി അവർ മങ്ങിയ രീതിയിലെ ഒരു രൂപം കാണുന്നു. ഇത് എല്ലാവരെയും പേടിപ്പിച്ചു. വീണ്ടും ഈ സ്ട്രക്ചർ കൂടുതൽ ആളുകൾ കണ്ടതോടെ അവർ റെസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററിനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ റിക്വസ്റ്റ് ചെയ്തു. മുകളിലത്തെ നിലയായതുകൊണ്ട് അവർ പല രീതിയിലും ആ മങ്ങിയ രൂപത്തെ കാണുന്നുണ്ട്. ഗോസ്റ്റ് ആണെന്ന് പലരും കരുതുന്നതിനെ കുറിച്ച് ആ അപ്പാർട്ട്മെന്റിലുള്ള ആളുകളോട് പറയണം എന്നും റിക്വസ്റ്റ് ചെയ്തു. ഫൈനലി ഇവർ ഇതിന്റെ കാരണം കണ്ടെത്തി. ഇവർ ഈ കണ്ട ഗോസ്റ്റ് ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റിന്റെ കർട്ടന്റെ മറവിൽ നിൽക്കുന്ന പോലെ തോന്നുന്ന BTS മെമ്പറായ ജിന്നിന്റെ ഒരു കട്ടൗട്ടർ ആയിരുന്നു. അവിടെ താമസിച്ചിരുന്നത് കുറച്ച് ആർമീസ് ആയിരുന്നു. സോ ജിന്നിന്റെ വലിയൊരു കട്ടൗട്ടർ തന്നെ അവരവിടെ സ്ഥാപിച്ചിരുന്നു. മുകളിലത്തെ നിലയിലും കർട്ടന്റെ മറവിലും ആയിരുന്നതിനാൽ പലരും ഗോസ്റ്റായി അത് തെറ്റിദ്ധരിച്ചു. ഇതറിഞ്ഞ പരാതി കൊടുത്ത നെയ്ബേഴ്സ് എല്ലാം ഞെട്ടി. എന്തായാലും അതിനുശേഷം ഈ ന്യൂസ് BTS വാണ്ടം മുഴുവൻ അന്ന് ട്രെൻഡായിരുന്നു. ജിന്നിന്റെ കർട്ടന്റെ മറവിലെ ആ വലിയ കട്ടൗട്ടറും എല്ലാം ടിക്ടോക്കിലും ട്രെൻഡിങ് ആയിരുന്നു. ആ ആർമി തന്നെ അതിന്റെ വീഡിയോയും ഈ കാര്യങ്ങളും പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരുന്നു. ചില ആർമീസ് ഒക്കെ BTSന്റെ വലിയ കട്ടൗട്ട് ഒക്കെ വീട്ടിൽ വെക്കാറുണ്ട്. സോ അങ്ങനെയുള്ള ഒരുപാട് ആർമീസിന് ഇത് റിലേറ്റബിൾ ആയിരുന്നു. കൂടാതെ മറ്റു ആർമീസും അവരുടെ വീട്ടിലും റൂമിലും ഒക്കെയുള്ള BTSന്റെ ലൈവ് സൈസ് കട്ടൗട്ട്സ് ഷെയർ ചെയ്തിരുന്നു. ചിലരൊക്കെ ഇതുകൊണ്ടാണ് ഞാൻ ഇത് വിൻഡോ സൈഡിൽ വെക്കാത്തത്, നെയ്ബേഴ്സ് പേടിക്കുമെന്ന് തമാശ രൂപേണ പറഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? പാരാനോർമൽ ആണെന്നൊക്കെ കരുതിയിട്ട് ഇതുപോലൊക്കെ ആയിപ്പോയത്? എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ആർമീസ്.